ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്വകാര്യ കമ്പനികളിൽ നിന്ന് അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. പ്രകാശ്, എന്താണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള കാരണമായി വന്നത്? ഹർജിയുടെ സ്വഭാവം എന്തായിരുന്നു? മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ വന്നത്. ഇക്കാര്യങ്ങളിലാണ് ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡിന് ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടികൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണത്തിലും വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണം, ദേവസ്വം ബോർഡ് ബെഞ്ചിന് സമർപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുള്ളത്. അല്ല, കോടതിയിൽ വന്ന ഹർജിയിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നോ? സ്പോൺസർഷിപ്പ് വഴിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന്. ആഗോള അയ്യപ്പ സംഗമം സംഘടനയിൽ നിന്നും സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഹർജിയിൽ ഉള്ളത്. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്പോൺസർഷിപ്പിലൂടെ എന്തിന് പണം കണ്ടെത്തുന്നു, അത് ശരിയാണോ? സ്വകാര്യ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എന്തിനാണ് അയ്യപ്പ സംഗമത്തിന് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്.